യാത്ര ചോദിക്കുകയാണ്. അർജുൻ അന്ത്യ ചടങ്ങുകളിലേക്ക്, സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുന്നു. പൊതുദർശനം അവസാനിച്ചിരിക്കുന്നു. 11 മണിയോടുകൂടി തന്നെ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. സമയം കൃത്യമായി തന്നെ പാലിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. പൊതുദർശനം എന്ന് സാധാരണഗതിയിൽ നടക്കേണ്ട ഒരു പൊതുദർശനമല്ല അവിടെ നടന്നത്. അത് കുടുംബത്തിനും നാട്ടുകാർക്കും അവിടെ കൂടിയവർക്കും എല്ലാം അറിയാം. ആ നിലക്ക് വളരെ വേഗത്തിൽ തന്നെ പൊതുദർശന നടപടികളെല്ലാം അവസാനിപ്പിച്ചതിന് ശേഷം ഇവിടെ ചോദിക്കുകയാണ് അർജുൻ്റെ ഭാര്യയെ സ്ക്രീനിൽ കാണാം. പക്ഷേ 82 ദിവസം അവരനുഭവിച്ച വേദനയും നീറ്റലും നൊമ്പരവും അവർക്ക് മാത്രമേ അത് അറിയൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. ആദ്യം ഒക്കെ ജീവനോടെ മകൻ അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഭർത്താവ് മടങ്ങി വരും എന്നുള്ള ബോധ്യത്തിലായിരുന്നു അവരുണ്ടായിരുന്നതെങ്കിൽ, ആഗ്രഹത്തിൽ ആയിരുന്നു അവരുണ്ടായിരുന്നതെങ്കിൽ, പിന്നീട് യാഥാർത്ഥ്യവുമായി അവർ പൊരുത്തപ്പെടുന്നു. ജീവനോടെ ഇനി അർജുൻ മടങ്ങി വരില്ല എന്നുള്ള യാഥാർത്ഥ്യം അവർ ഉൾക്കൊള്ളുന്നു. പിന്നെ ഛേദനേറ്റ ശരീരമെങ്കിലും ബാക്കിയാൽ മതിയായിരുന്നു എന്നുള്ളൊരു മനസ്സ് വരുന്നു. ഏറ്റവും ഒടുക്കം 60% അങ്ങനെ ആ രീതിയിലെങ്കിലും അർജുൻ്റെ മൃതദേഹം അവർക്ക് തിരികെ ലഭിക്കുന്നു. ജൂലൈ 8-നാണ് അർജുൻ അവസാനമായി കണ്ണാടിക്കലിലെ തൻ്റെ വീടിൻ്റെ പടിയിറങ്ങിപ്പോയത്. 82 ദിവസങ്ങൾക്ക് ശേഷമാണ് അവസാനമായി അർജുൻ ആ വീടിൻ്റെ മുറ്റത്തേക്ക് തിരികെ എത്തിയത്. ഇപ്പോൾ അന്ത്യയാത്രയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം അവിടെ നടക്കുന്നു. മൃതദേഹം ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം അവിടെ പൂർത്തിയായിട്ടുണ്ട്. വിവരിക്കാൻ കഴിയാത്ത നോവിൻ്റെ തീരാഭാരവുമായി കുടുംബം അർജുന്, തങ്ങളുടെ പ്രിയപ്പെട്ട മകന് യാത്രാമൊഴി ചെല്ലുന്ന നിമിഷങ്ങൾ. നന്നേ ചെറുപ്പത്തിൽ തന്നെ ആ വീടിൻ്റെ പ്രാരാബ്ദങ്ങൾ ഏറ്റെടുത്ത് അധ്വാനിക്കാൻ ഇറങ്ങിയ ഒരു ചെറുപ്പക്കാരനായിരുന്നു അർജുൻ. അങ്ങേറ്റം വൈകാരികമായ ഹൃദയഭേദകമായ രംഗങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അർജുൻ്റെ ഭൗതിക ദേഹത്തെ ഈ നാളങ്ങൾ ഏറ്റുവാങ്ങാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അവസാനമായി ചടങ്ങുകൾ ചെയ്യാൻ ഒരു പിടിച്ചാരമെങ്കിലും ബാക്കിയായല്ലോ എന്നുള്ളൊരു ആശ്വാസം ആ കുടുംബത്തിന് സ്വാഭാവികമായും ഉണ്ടാകും. ജൂലൈ 15-ന് രാത്രിയാണ് അർജുൻ അവസാനമായി വീട്ടിലേക്ക് വിളിച്ചത് എന്ന് കുടുംബാംഗങ്ങളിൽ പലരും നേരത്തെ പറയുന്നത് കേട്ടിരുന്നു. വീട് ഞാൻ തിരിച്ചെത്തിയിട്ട് വീടിൻ്റെ ബാക്കി പണികൾ ചെയ്യാനുണ്ട്, പെയിൻ്റ് അടി ഉൾപ്പെടെയുള്ളവ ചെയ്തു തീർക്കാനുണ്ട്, അതിനുള്ള സാധനങ്ങളെല്ലാം മേടിച്ചായിരിക്കും ഞാൻ തിരികെ വരിക എന്ന് അവസാനമായി വിളിച്ചപ്പോൾ അർജുൻ പറഞ്ഞത്. 3 സഹോദരങ്ങളും അച്ഛനും അമ്മയും അടങ്ങിയ കുടുംബമാണ് അർജുൻ്റേത്. ആ കുടുംബത്തെ സംരക്ഷിക്കാൻ നന്നേ ചെറുപ്രായത്തിൽ വളയം പിടിക്കാൻ ഇറങ്ങിയൊരു ചെറുപ്പക്കാരൻ ഗംഗാവലിയുടെ മണ്ണാഴങ്ങളിൽ നിന്ന് വീണ്ടെടുത്ത അർജുൻ ഇനി ഓർമ്മയുടെ ആഴങ്ങളിലേക്ക് മറയുകയാണ്.